ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കവർച്ചയായിരുന്നു 2009 മുത്തൂറ്റ് മിനി നിധി ഫിനാൻസിൽ നടന്നത്. ന്യൂ തിപ്പസാന്ദ്ര ഓഫീസിൽ നിന്ന് 40 കിലോ സ്വർണ്ണമാണ് കവർച്ച ചെയ്തത്. ഈ കവർച്ച തെളിയിച്ചത് ബാംഗ്ലൂരു പോലീസിന്റെ അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു. ഭഗീരഥ ശ്രമം നടത്തിയാണ് പോലീസ് കവർച്ചാ സംഘത്തെ വലയിലാക്കിയത്. എന്നെന്നും ഓർമ്മിക്കുന്ന അന്വേഷണം എന്നാണ് ഇതിനെ പോലീസ് തന്നെ വിശേഷിപ്പിക്കുന്നത്. കേസ് അന്വേഷണത്തിൽ നിർണായകമായത് വെറും 2 സെക്കൻഡ് മാത്രം നീളുന്ന ഒരു ഫോൺ കോളായിരുന്നു. ആ ഫോൺ കോളിനെ കുറിച്ചുള്ള അന്വേഷണമാണ് കേസ് തെളിയിച്ചത്. ന്യൂ തിപ്പസാന്ദ്ര റോഡിലെ കെട്ടിടത്തിന്റെ 1ാം നിലയിലാണ് മുത്തൂറ്റ് മിനി നിധി ഫിനാൻസ് ഓഫീസ് ഉള്ളത്. ഐസക് ജോൺ എന്ന വ്യക്തിയായിരുന്നു ബ്രാഞ്ച് മാനേജർ. 2009 ജൂൺ 2 ജോലി സമയം കഴിഞ്ഞ് ഓഫീസിന്റെ സ്ട്രോങ് റൂം പൂട്ടി വാഹനത്തിലെ അറയിൽ താക്കോൽ സൂക്ഷിച്ച ശേഷം സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോയി അദ്ദേഹം. ഇന്ദിരാനഗറിലെ 12ാം മെയിൻ റോഡിന് സമീപമെത്തിയപ്പോൾ KA02 ED15 എന്ന നമ്പർ മോട്ടോർ ബൈക്ക് സ്കൂട്ടറിന് പിന്നിൽ വന്നിടിക്കുന്നു. പിറകെ വന്ന മാരുതി ഒമിനി കാറിലെ യാത്രക്കാർ ഐസക്കിനെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാഹനമിടിപ്പിച്ച ബൈക്കും പിറകിൽ വന്ന മാരുതി വാനും കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ടവരുടേത് തന്നെയായിരുന്നു. ഇവർ ഐസക്കിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ക്ലോറോഫോം ഉപയോഗിച്ച് ബോധരഹിതനാക്കുകയും ചെയ്തു. എന്നാൽ ഓഫീസിന്റെ താക്കോൽ ഐസക്കിന്റെ കയ്യിൽ നിന്നും ലഭിച്ചില്ല. ഇതോടെ സംഘം അപകടം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെത്തി. ഐസക് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും സ്കൂട്ടർ എടുക്കാൻ വന്നതാണെന്നും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. പോലീസുകാരെ വിശ്വസിപ്പിച്ച് സ്കൂട്ടർ വാങ്ങി മടങ്ങി. ഈ സ്കൂട്ടറിൽ നിന്നും താക്കോൽ കണ്ടെടുത്ത ശേഷമാണ് മുത്തൂറ്റിൽ നിന്നും 40 കിലോ സ്വർണം കവർന്നത്. അന്ന് അതിന്റെ മൂല്യം ഏകദേശം 5,68,00,000 രൂപയോളം വരും. ഇപ്പോഴുള്ള മൂല്യം വെച്ച് നോക്കിയാൽ 28 കോടി രൂപ. 18 മണിക്കൂറിന് ശേഷമാണ് മോഷണ വിവരങ്ങൾ പുറത്തറിയുന്നത്. ഐസക്കിനെ ബോധരഹിതനാക്കിയ ശേഷം സംഘം വഴിയിൽ തള്ളി. ബോധം വീണ ശേഷമാണ് ഐസക് ഓർമ്മിക്കുന്നത് 20,000 രൂപ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് അവർ കവർന്നെന്ന്. ജീവൻ ഭീമാ നഗർ ട്രാഫിക് പോലീസ് സ്റ്റേഷന് സമീപം സ്കൂട്ടറും കണ്ടെത്തി. ഓഫീസിന്റെ താക്കോൽ നഷ്ടപ്പെട്ടതായി മനസ്സിലായതോടെ ഓഫീസിലേക്ക് അദ്ദേഹം കുതിച്ചു. കാലിയായ സ്ട്രോങ് റൂം കണ്ടതോടെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. വിവരം മുത്തൂട്ട് അധികൃതർക്കും പോലീസിനും ഉടനടി തന്നെ കൈമാറി. പോലീസിന് ആദ്യ സംശയം ഐസക്കിനെ തന്നെയായിരുന്നു. എന്നാൽ ഇതിൽ ഐസക് നിരപരാധിയാണെന്ന് പോലീസിന് പിന്നീട് മനസ്സിലായി. മാധ്യമങ്ങളിൽ വാർത്ത ഫ്ലാഷ് ന്യൂസായി വന്നു. ഇതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രത്യേക പോലീസ് സംഘങ്ങൾക്ക് രൂപം നൽകി. മുത്തൂട്ട് ഓഫീസിന് എതിർവശത്ത് ഒരു ചെരുപ്പ് കട തുറന്നെങ്കിലും മോഷണം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ പൂട്ടിയതായി പോലീസിന് മനസ്സിലായി. അന്വേഷണം അവിടെ തുടങ്ങി. പോലീസ് വാടകക്കാരുടെ വിവരം പോലീസ് ഉടമയിൽ നിന്നും തേടി. ഫോൺ നമ്പർ സംഘടിപ്പിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് സിം വാങ്ങിയതെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. അതോടുകൂടെ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. വ്യാജ ID കാർഡ് ഉപയോഗിച്ചാണ് സിം കാർഡ് എടുത്തതെങ്കിലും ആ സിം കാർഡ് തന്നെയാണ് അന്വേഷണത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയത്. ആ ഒരു സിമ്മിന്റെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡുകൾ അഥവാ CDR പോലീസ് വിശദമായി പരിശോധിച്ചു. അവ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. കോൾ ചെയ്ത എല്ലാ വ്യക്തികളെയും ട്രാക്ക് ചെയ്തു. ഒരു സ്ത്രീയുടെ നമ്പറിലേക്ക് കേവലം 2 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു കോൾ ഈ സിമ്മിൽ നിന്നും വന്നതായി പോലീസിന് മനസ്സിലായി. ഇതോടെ ഈ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണവും തുടങ്ങി. ബംഗളൂരുവിലെ മഹാദേവപുരയിൽ താമസിക്കുന്ന ജയകുമാറിന്റെ ഭാര്യയാണ് ഈ യുവതി. ഇയാൾ മുൻപ് മോഷണ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി നടക്കുന്ന വ്യക്തിയാണ്. ജയകുമാറിന്റെ വീട്ടിൽ പോയി ചോദ്യം ചെയ്തപ്പോൾ ഭർത്താവിന്റെ പുതിയ മൊബൈൽ നമ്പറിൽ നിന്ന് അത് സേവ് ചെയ്യാൻ വേണ്ടി സ്വന്തം നമ്പറിലേക്ക് വിളിച്ചതാണെന്ന് യുവതി മൊഴി കൊടുക്കുന്നു. കുറ്റകൃത്യം നടക്കുന്നതിന് ഏകദേശം 15 ദിവസം മുൻപാണ് ഈ വിളി നടന്നിട്ടുള്ളത്. ഭർത്താവിന്റെ പുതിയ ഫോണിലെ നമ്പർ സേവ് ചെയ്യുക മാത്രമായിരുന്നു ഭാര്യയുടെ ഉദ്ദേശം. പക്ഷേ അത് കേസ് തെളിയിക്കാനുള്ള നിർണായക കോളായി മാറുകയായിരുന്നു. കവർച്ചയ്ക്ക് ശേഷം ജയകുമാർ ഈ ഫോൺ നശിപ്പിച്ചിരുന്നു. ജയകുമാറിനെ ചോദ്യം ചെയ്തതോടെ ബാംഗ്ലൂരു സ്വദേശികളായ നിർമ്മൽ രാജകുമാർ, മനോജ് കുമാർ, ലോറൻസ് സെൽവ, അതുപോലെ തന്നെ ജഗന്നാഥൻ, തമിഴ്നാട് സ്വദേശികളായ ഭാസ്കരൻ, സേതു, ജെ മടിവണ്ണ, ദാസ് പ്രകാശ് എന്നിവരാണ് കവർച്ചയ്ക്ക് പിന്നിൽ ഉള്ളതെന്ന് പോലീസിന് വ്യക്തമായി. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ സ്വർണ്ണാഭരണങ്ങൾ ഭാഗികമായി വിറ്റ് ഡൽഹി, മണാലി, ഷിംല, മുംബൈ എന്നിവിടങ്ങളിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു. ജയകുമാറിനെ കൊണ്ട് പോലീസ് പ്രതികളെ വിളിപ്പിച്ചു. ജയകുമാർ ഷിംലയിലെത്തുമെന്ന് ഇവരോട് പറഞ്ഞു. ഷിംലയിലെത്തിയ ജയകുമാറിനെ കാണാൻ പ്രതികൾ എത്തിയതോടെ സംഘം ഒരുമിച്ച് പോലീസിന്റെ വലയിലായി. 2009 ജൂൺ 12 അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ശങ്കർ മഹാദേവ ബിദാരി 34 കിലോ 600 ഗ്രാം സ്വർണം കണ്ടെടുത്തതായി അറിയിച്ച് വാർത്താ സമ്മേളനം നടത്തി. ഇവർ വിറ്റ സ്വർണം കണ്ടെടുക്കുകയും പോലീസിന് ദുഷ്കരമായെങ്കിലും പോലീസ് അത് വീണ്ടെടുക്കുക തന്നെ ചെയ്തു. 6 കിലോ സ്വർണം ഒരു ഫാം ഹൗസിൽ ഇവർ ഒളിപ്പിച്ചിരുന്നു. അതും പിന്നീട് പോലീസ് കണ്ടെടുത്തു.
കേസ് ഒതുക്കാൻ ഇവരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഇൻസ്പെക്ടർ ജനാർദ്ദനനും അറസ്റ്റിലായി. ഏകദേശം 3.5 ലക്ഷം രൂപയാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്. 2010 സംഭവം പുറത്തറിഞ്ഞതോടെ ജനാർദ്ദനൻ സസ്പെൻഷനിലുമായി. കവർച്ചാ സംഘം ചെരുപ്പ് കട തുടങ്ങിയത് ഐസക്കിനെയും മുത്തൂട്ട് ഇടപാടുകാരെയും നിരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ജയകുമാറിന് കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന നിർണായക ഫോൺ കോൾ ഇല്ലെങ്കിൽ ഈ കേസ് തെളിയിക്കാൻ പോലീസ് പാടുപെടുമായിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരി 6-നാണ് ഈ കേസിന്റെ വിധി വന്നത്. 56-ാം അഡീഷണൽ സിറ്റി സിവിൽ ആൻഡ് സെക്ഷൻ കോടതി പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 10 വർഷം വീതം തടവിന് ശിക്ഷിച്ചു.